എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബോൺസായി റിപ്പോർട്ടിംഗ് ആണ്. ചട്ടിയിൽ വളർത്തുന്ന എല്ലാ ചെടികളെയും പോലെ ബോൺസായും റിപ്പോർട്ട് ചെയ്യണം. 3 വർഷം കൂടുമ്പോഴാണ് സാധാരണ റിപ്പോർട്ട് ചെയ്യാറ്. ഇന്ന് റിപ്പോർട്ടിംഗ് പഠിക്കുന്നതിനോടൊപ്പം ഇതേപോലെ ഉപേക്ഷിച്ച ഒരു ബോൺസായിയെ തിരിച്ച് നല്ലൊരു ബോൺസായി എങ്ങനെയാക്കാമെന്ന് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഈ കാണുന്നത് ഉപേക്ഷിക്കപ്പെട്ടൊരു പാവം ബോൺസായിയാണ്. നമുക്കിതിനെ നല്ല ഭംഗിയാക്കി എടുക്കാം കേട്ടോ. റിപ്പോർട്ടിംഗ് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ചെടിയുടെ വേര് ചട്ടിയിൽ നിറയും. അങ്ങനെ വരുമ്പോൾ ചെടിക്ക് ആവശ്യമുള്ള വളമൊന്നും മണ്ണിൽ നിന്ന് കിട്ടില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ചെടി നശിച്ചു പോകും. അപ്പോൾ ഇന്ന് റിപ്പോർട്ടിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതേപോലെ ഉപേക്ഷിക്കപ്പെട്ട ഓവർഗ്രോത്ത് ആയിട്ടുള്ളൊരു ബോൺസായി തിരിച്ച് നല്ലൊരു ബോൺസായി എങ്ങനെയാക്കാമെന്നൊക്കെ നമുക്ക് കാണാം. ഈ ചെടിയിലെ ഇലകളൊക്കെ കണ്ടില്ലേ, നോർമൽ സൈസാണ്. അതേപോലെ കൊമ്പുകളും കണ്ടില്ലേ, നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കൊമ്പുകളെ ബ്ലൈൻഡ് ഷൂട്ട് എന്നാണ് പറയുക. ഇത്തരം കൊമ്പുകളൊക്കെ ആദ്യം നമുക്ക് മുറിച്ച് മാറ്റണം. ഇപ്പോൾ കുറച്ച് കൊമ്പുകൾ ഇലകൾ മാത്രം നിർത്തിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ മുറിച്ച് കളഞ്ഞു. ഇപ്പോൾ ഈ കാണുന്ന ഇലകളും ബോൺസായിക്ക് ചേർന്നതല്ല. പക്ഷേ എല്ലാം കൂടി മുറിച്ച് കളയുമ്പോഴേ കുറച്ച് റിസ്ക് ഇല്ലേ, പെട്ടെന്ന് ഉണങ്ങി പോകാനുള്ളൊരു ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. പിന്നീട് നമുക്കത് മുറിച്ച് മാറ്റാം. ഇനി നമുക്ക് വേരെന്താ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം ആങ്കറിംഗ് വയർ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് വേണം മരം ചട്ടിയിൽ നിന്ന് എടുക്കാൻ. ഇപ്പോൾ കണ്ടോ, പോട്ട് ബൗണ്ട് കണ്ടീഷനാണ്. നമുക്ക് ആദ്യം വേരിൽ നിന്ന് മണ്ണ് മാറ്റി വേരുകൾ ഫ്രീ ആക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫോക്ക് ഉപയോഗിക്കാം. ബോൺസായി ടൂളിൽ റേക്ക് വിസ്പാറ്റുല എന്നൊരു ടൂളുണ്ട് ഇതിനായിട്ട്. മണ്ണ് മാറ്റുമ്പോൾ വേരിന് കേടൊന്നും വരാതെ നോക്കണം കേട്ടോ. മണ്ണ് മാറ്റിയതിന് ശേഷം 3 ഇഞ്ചിന് കൂടുതൽ നീളം വെച്ച് വേരുകളൊക്കെ നമുക്ക് മുറിച്ച് കളയാം. ഇനി ചട്ടി നമുക്ക് റെഡിയാക്കാം. വേണമെങ്കിൽ സെയിം ചട്ടി തന്നെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വേറെ പുതിയതെടുക്കാം. ചട്ടി റെഡിയാക്കുന്നത് ബോൺസായി സെക്കൻഡ് പാർട്ടിൽ കാണിച്ച അതേപോലെ തന്നെയാണ്. ഇനി നമുക്ക് ചെടി നടാം. ചെടി വെച്ചതിന് ശേഷം ആങ്കറിംഗ് വയർ ഉപയോഗിച്ച് അതിന് കെട്ടിവെക്കണം. അതിനുശേഷം വീണ്ടും പോട്ടിംഗ് മീഡിയ നിറയ്ക്കണം. ഇപ്പോൾ പോട്ടി മീഡിയ ഒക്കെ നിറച്ച് കഴിഞ്ഞു. ഇനി ഫോക്ക് ഉപയോഗിച്ച് അത് ലെവൽ ചെയ്യാം. ഇനി നമുക്ക് ഒരു പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് മരത്തിലും ചട്ടിയിലെ വക്കിലൊക്കെ കിടക്കണ ഈ മീഡിയം മാറ്റി നല്ല വൃത്തിയാക്കാം. ഇതിന് ബോൺസായി ടൂളിൽ ബ്രൂം എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ആങ്കറിംഗ് വയർ എപ്പോഴും മണ്ണിനടിയിലാട്ടോ വരേണ്ടത്. പക്ഷെ ഞാനിതിപ്പോൾ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഒരു പരീക്ഷണം ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മണ്ണിട്ട് അതിന് മൂടണം. കമ്പ് മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഫംഗിസൈഡ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ബോഡി ഓഫ് മിക്സ്ചറോ അതല്ലെങ്കിൽ സിനമൺ പൗഡറോ ഏതെങ്കിലും തേക്കുന്നത് നല്ലതാണ്. കേട് വരാതിരിക്കാനാട്ടോ ഇത്. നമ്മൾ ആ ഓവർഗ്രോത്ത് ആയിട്ടൊരു ബോൺസായിനെ ശരിയാക്കിയില്ലേ. റിപ്പോർട്ടിംഗ് പ്രോസസ്സും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ബോൺസായിൽ ഒരിക്കലും ബ്ലൈൻഡ് ഷൂട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് മാത്രമേ നമ്മൾ റിപ്പോർട്ടിങ്ങിൽ സാധാരണ ഉണ്ടാവാത്തുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. മനസ്സിലായില്ലേ? കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. ഈ ഒരു വീഡിയോയോട് കൂടി ബോൺസായി ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. മറ്റൊരു വീഡിയോ ആയി അടുത്ത ആഴ്ച വീണ്ടും കാണാം.